അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്ന് അരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തന്നെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി 9-ാം സങ്കീർത്തനം 4-ാം വാക്യം നമുക്ക് വായിക്കാം. നീ എൻ്റെ കാര്യവും വ്യവഹാരവും നടത്തിയിരിക്കുന്നു, നീ നീതിയോട് വിധിച്ചുകൊണ്ട് സിംഹാസനത്തിൽ ഇരിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദവാക്യമാണ് നാം കേട്ടത്. 9-ാം സങ്കീർത്തനം ദാവീദാണ് എഴുതിയതെന്നതിനാൽ ദാവീദിൻ്റെ ജീവിതാനുഭവമാണ് 9-ാം സങ്കീർത്തനം 4-ാം വാക്യത്തിൽ നാം കേട്ടത് എന്നതിന് സംശയമില്ല. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ നിഗളിയെന്ന് അറിയപ്പെട്ടിരുന്ന നെപ്പോളിയൻ ബോണോപ്പാർട്ടിനോട് തൻ്റെ ഒരു സൈനികൻ പറഞ്ഞു, മനുഷ്യൻ തീരുമാനിക്കുന്നു, ദൈവം നടപ്പിലാക്കുന്നു എന്ന്. ഇത് കേട്ട നെപ്പോളിയൻ അത് തിരുത്തി. അദ്ദേഹം പറഞ്ഞത് പ്രകാരമാണ്, ഞാൻ തീരുമാനിക്കുന്നു, ഞാൻ നടപ്പിലാക്കുന്നു. 5 ലക്ഷം പട്ടാളക്കാരുമായി ശത്രു രാജ്യത്തോട് യുദ്ധം ചെയ്യുവാൻ പോകുന്ന സമയമായിരുന്നു അത്. നല്ല മഞ്ഞുവീഴ്ചയുള്ളതിനാൽ യാത്ര മാറ്റിവെക്കുന്നതായിരുന്നു നല്ലത് എന്ന ചിന്ത മിക്കവാറും എല്ലാ പടയാളികൾക്കും ഉണ്ടായിരുന്നു. എന്നാൽ എങ്ങനെയും ശത്രുക്കളെ കീഴടക്കിയേ തീരൂ എന്ന ദൃഢനിശ്ചയത്തോടെ നെപ്പോളിയൻ യുദ്ധത്തിന് പോയി. അദ്ദേഹം തീരുമാനിച്ചുവെങ്കിലും അദ്ദേഹത്തിൻ്റെ വീരവാദം പോലെ നടപ്പിലാക്കുവാൻ സാധിച്ചില്ല. കാരണം ശക്തമായ മഞ്ഞുവീഴ്ച മൂലം 4 ലക്ഷം പട്ടാളക്കാർ കൊടും ശൈത്യം മൂലം മരണമടഞ്ഞു. ശേഷം 1 ലക്ഷം പട്ടാളക്കാരുമായി ലജ്ജാമുഖത്തോടെ നെപ്പോളിയൻ മടങ്ങിപ്പോയി. നെപ്പോളിയൻ തീരുമാനിച്ചെങ്കിലും അത് നടപ്പിലാക്കുവാൻ ദൈവം അവനെ അനുവദിച്ചില്ല. നെപ്പോളിയൻ തീരുമാനിച്ചു, എന്നാൽ ദൈവം തൻ്റെ തീരുമാനം നടപ്പിലാക്കി. അത് നെപ്പോളിയൻ്റെ പതനത്തിൻ്റെ ആരംഭമായിരുന്നു. ഒടുവിൽ ക്രൂരമായി പരാജയപ്പെട്ട അവൻ ഒരു കൊച്ചു ദ്വീപിലേക്ക് നാട് കടത്തപ്പെട്ടു. എന്നാൽ ഇവിടെ സങ്കീർത്തനക്കാരൻ അപ്രകാരമല്ല സംസാരിക്കുന്നത്. ഞാൻ കാര്യം നടത്തുമെന്നോ എനിക്കെല്ലാം കഴിയുമെന്നോ പറയുവാനുള്ള തൻ്റെ ഇടം ദാവീദിന് ഇല്ല. കാരണം അവനൊരു നിഗളിയല്ല. അവൻ്റെ ആശ്രയം യഹോവയിൽ മാത്രമായിരുന്നു. അത് അവൻ തന്നെ വെളിപ്പെടുത്തിയിട്ടുമുണ്ട്. ഞാൻ എൻ്റെ വില്ലിൽ ആശ്രയിക്കുകയില്ല എന്നാണ് സങ്കീർത്തനത്തിൽ ദാവീദ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാ സാഹചര്യങ്ങളിലും ദൈവം ദാവീദിന് ജയം നൽകി. യഹോവയായിരുന്നു അവന് വേണ്ടി യുദ്ധം ചെയ്തത്. ഇവിടെ ഇതാ അവൻ പറയുകയാണ്, നീ എൻ്റെ കാര്യവും വ്യവഹാരവും നടത്തിയിരിക്കുന്നു, നീ നീതിയോടെ വിധിച്ചുകൊണ്ട് സിംഹാസനത്തിൽ ഇരിക്കുന്നു. നാം എപ്പോൾ നമ്മുടെ യുദ്ധം നാം തന്നെ ചെയ്യുമോ? നിശ്ചയമായും നാം പരാജയപ്പെടുവാൻ സാധ്യതയുണ്ട്. എന്നാൽ നമ്മുടെ യുദ്ധങ്ങൾ കർത്താവിനെ നാം ഏൽപ്പിക്കാമെങ്കിൽ നമുക്ക് ക്ഷതം ഏൽക്കുകയില്ല. ജയം യഹോവ നമുക്ക് നേടിത്തരികയും ചെയ്യും. നമ്മുടെ ഹൃദയത്തിൻ്റെ വ്യതയും സങ്കടവും അറിയുന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു. ഇന്നും അവൻ സ്വർഗീയ മഹിമയുടെ വലത്തുഭാഗത്ത് ഇരിക്കുന്നു. അവൻ്റെ സിംഹാസനത്തിന് കൃപയുടെ സിംഹാസനം എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. അവൻ കൃപയും കരുണയും ധാരാളം ജനത്തിന് നൽകുന്നത് കൊണ്ട് മാത്രമല്ല, അവൻ തന്നെ കരുണയും കൃപയും നിറഞ്ഞവനായതിനാലാണ് അവൻ്റെ സിംഹാസനത്തിനെ പോലും കൃപയുടെ സിംഹാസനം എന്ന് പേർ പറയുന്നത്. നിവർന്നു നിൽക്കുവാൻ കഴിയാത്ത വിധം പ്രതിസന്ധികൾ ദാവീദിനെ ചുറ്റും നൃത്തം ചവിട്ടിക്കൊണ്ടിരുന്നപ്പോഴും അവൻ തൻ്റെ ആശ്രയം യഹോവയിൽ മാത്രം വെച്ചു. അതുകൊണ്ട് തന്നെ സിംഹാസനത്തിലിരുന്ന് നീതിയോടെയും കൃപയോടെയും കാര്യം തീർക്കുന്നവനായ യഹോവ അഥവാ കർത്താവായ യേശു ക്രിസ്തു ദാവീദിന് വേണ്ടി കാര്യം നടത്തിക്കൊടുത്തു. കാരണം അവൻ ദൈവത്തിൻ്റെ പ്രമാണം കൃത്യമായി അനുസരിക്കുന്നവനായിരുന്നു. ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള പുരുഷനായിരുന്നു. യാതൊരു നീതികേട് ദൈവത്തോട് ദാവീദ് ചെയ്തിരുന്നില്ല. ബത്ശേബയോടുള്ള ബന്ധത്തിലുള്ള പാപമല്ലാതെ സകലത്തിലും അവൻ ദൈവത്തെ, അവൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചുകൊണ്ട് അവനെ പ്രസാദിപ്പിച്ചു. നവോമി എന്ന ഒരു വിധവയെക്കുറിച്ച് രൂത്തിൻ്റെ പുസ്തകത്തിൽ നമുക്ക് വായിക്കുവാൻ കഴിയും. നിറഞ്ഞ ഒരു കുടുംബവുമായാണ് അവൾ മോവാബിലേക്ക് യാത്ര തിരിച്ചത്. തൻ്റെ ജന്മസ്ഥലമായ അപ്പത്തിൻ്റെ ഭവനമെന്ന് അർത്ഥം വരുന്ന ബേത്ലഹേമിൽ ഭക്ഷണത്തിന് ക്ഷാമം വന്നപ്പോൾ കുടുംബമായി നവോമിയും ഭർത്താവും 2 ആൺമക്കളും മോവാബിൽ എത്തി. തൻ്റെ ഭർത്താവും 2 ആൺമക്കളും മരണം മൂലം മാറ്റപ്പെട്ടു. നവോമിയും തൻ്റെ ആൺമക്കളുടെ ഭാര്യമാരും മാത്രം ശേഷിച്ചു. മോവാബിൽ നവോമിക്ക് പിടിച്ചു നിൽക്കുവാൻ കഴിയുമായിരുന്നില്ല. കാരണം അവൾക്ക് പ്രായം വർദ്ധിച്ചു വരികയാണ്. ആൺമക്കളുടെ ഭാര്യമാർ പ്രസവിച്ചിരുന്നില്ല. എല്ലാം കൈവിടപ്പെട്ട് തീർത്തും അനാഥയായ നവോമി ആരോടും പരാതി പറയാതെ ഒരു തീരുമാനമെടുത്തു. ഞാൻ എൻ്റെ ദേശമായ ബേത്ലഹേമിലേക്ക് മടങ്ങിപ്പോകുമെന്നതായിരുന്നു ആ തീരുമാനം. മോവാബിലേക്ക് പോകുമ്പോഴും മോവാബിൽ നിന്നും ബേത്ലഹേമിലേക്ക് മടങ്ങിപ്പോകുവാൻ തീരുമാനിക്കുമ്പോഴും അവൾ യഹോവ ഭക്ത തന്നെയായിരുന്നു. നവോമിയിൽ നിന്നുമാണ് രൂത്ത് യഹോവയെക്കുറിച്ച് അറിയുന്നത് തന്നെ.
വിശ്വസ്തത മാത്രമാണ് നവോമിയുടെ ഒരേ ഒരു സമ്പാദ്യം. അവൾ യഹോവയിൽ ആശ്രയിച്ചു. മരുമക്കളോട് കാര്യം അറിയിച്ചു. ഓർപ്പ അമ്മാവിയമ്മയെ ചുംബിച്ചുകൊണ്ട് തൻ്റെ ദൈവത്തിൻ്റെയും അപ്പൻ്റെയും അടുക്കിലേക്ക് മടങ്ങിപ്പോയി. നവോമിയെ ഉപേക്ഷിച്ചുകൊണ്ട് തന്നെയാണ് അപ്പൻ്റെയും തൻ്റെ ദൈവത്തിൻ്റെയും അടുക്കിലേക്ക് അവൾ മടങ്ങിപ്പോയത്. എന്നാൽ രൂത്ത് പറയുകയാണ്, നിന്നെ വിട്ടു പോകുവാനും നിന്റെ കൂടെ വരാതെ മടങ്ങിപ്പോകുവാനും എന്നോട് പറയരുതേ. നീ പോകുന്നിടത്ത് ഞാനും പോരും, നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും. നിന്റെ ജനം എൻ്റെ ജനം, നിന്റെ ദൈവം എൻ്റെ ദൈവം. നീ മരിക്കുന്നിടത്ത് ഞാനും മരിച്ച് അടക്കപ്പെടും. മരണത്താലല്ലാതെ ഞാൻ നിന്നെ വിട്ടുപിരിഞ്ഞാൽ യഹോവ തക്കവണവും അധികവും എന്നോട് ചെയ്യുമാറാകട്ടെ എന്ന് പറഞ്ഞു. ഇത് കേട്ട നവോമിയും രൂത്തും ബേത്ലഹേമിൽ എത്തി. രൂത്തിൻ്റെ പുസ്തകം 1-ാം അധ്യായം 16-17 വാക്യങ്ങളാണ് നാം കേട്ടത്. അനാഥയായ നവോമിയെ കരുതുന്ന ഒരു മരുമകൾ രൂത്ത്. ഇനി നമുക്ക് മരുമകളെ കരുതുന്ന ഒരു അമ്മാവിയമ്മയെ പരിചയപ്പെടാം. രൂത്ത് 3-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു. അനന്തരം രൂത്തിൻ്റെ അമ്മാവിയമ്മയായ നവോമി രൂത്തിനോട് പറഞ്ഞത്, മകളെ, നിനക്ക് നന്നായിരിക്കേണ്ടതിന് ഞാൻ നിനക്ക് വേണ്ടി ഒരു വിശ്രമസ്ഥലം അന്വേഷിക്കേണ്ടയോ? ചുരുക്കി പറഞ്ഞാൽ നവോമിയുടെ വീണ്ടെടുപ്പുകാരനായ ബോവസ് രൂത്തുമായി പരിചയപ്പെടുകയും യവം പാറ്റുന്ന ദിവസം ബോവസും രൂത്തും സംസാരിക്കുകയും വീണ്ടെടുപ്പുകാരൻ്റെ മുറ രൂത്തിനെ നിവർത്തിക്കാമെന്ന് ബോവസ് വാക്ക് കൊടുക്കുകയും ചെയ്യുന്നു. രൂത്തിൻ്റെ പുസ്തകം 3-4 അധ്യായങ്ങളിൽ നമുക്കിത് വായിക്കുവാൻ കഴിയും. ഒടുക്കം നവോമി തൻ്റെ മരുമകനായി രൂത്തിനോട് പറയുകയാണ്, ഇന്ന് നിൻ്റെ ഈ കാര്യം തീർക്കും വരെ ബോവസ് സ്വസ്ഥമായിരിക്കുകയില്ല. ബോവസ് പറഞ്ഞ വാക്ക് പാലിക്കുകയും രൂത്തിനൊരു ആൺകുഞ്ഞ് ലഭിക്കുകയും ചെയ്തു. തീർത്തും അനാഥയായ നവോമിയെ സഹായിക്കുവാൻ തയ്യാറായ രൂത്തിനു വേണ്ടി ദൈവം അവരുടെ കാര്യം നടപ്പാക്കി കൊടുക്കുകയും അവൾ യേശുവിൻ്റെ വലിയമ്മയായി തീരുകയും ചെയ്തു. അനേകം ഇസ്രയേൽക്കാരത്തികളെക്കാൾ രൂത്ത് ഭാഗ്യവതിയായി തീരുകയും ചെയ്തു. നവോമിയുടെ ഹൃദയവേദനയും അനാഥയാണ് താൻ എന്ന ചിന്തയും നന്നായി അറിയുന്നവനാണ് യഹോവ. അവൾക്ക് വേണ്ടി രൂത്തിനെ നവോമിയോട് കരുണ തോന്നുമാറാക്കിയവനായ കർത്താവ്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, നമ്മോട് മറ്റുള്ളവർക്ക് കരുണ തോന്നുമാറാക്കുന്നവനാണ് ആ കർത്താവ്. എത്ര പ്രതികൂലം നേരിടേണ്ടി വന്നാലും ദൈവാശ്രയവും ദൈവവചന വായനയും വചനം അനുസരിക്കുന്ന സ്വഭാവവും വിട്ടുകളയാതെ ജീവിച്ചാൽ കർത്താവ് നമ്മുടെ പാതകളെ നിരപ്പാക്കി തരികയും ഇരുമ്പോടാമ്പലുകളെ മുറിക്കുകയും താമ്ര കഥകളെ തകർത്ത് കളയുകയും ചെയ്തുകൊണ്ട് നമ്മെ ജയത്തോടെ മുന്നോട്ട് പോകുവാൻ ശക്തീകരിക്കും. കാരണം നമ്മുടെ ദൈവം ഇന്നും സിംഹാസനത്തിൽ ഇരുന്ന് വാഴുന്നു. അവൻ നമ്മുടെ വഴികളെ കുറവ് തീർത്ത് നമ്മെ ലക്ഷ്യത്തിൽ എത്തിക്കും. ആകയാൽ നമുക്ക് ബൈബിൾ വായിക്കുകയും അനുസരിക്കുകയും ചെയ്തുകൊണ്ട് നിത്യജീവൻ അവകാശികളായി തീരാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ നിരാശരായി ജീവിക്കുന്നെങ്കിൽ അങ്ങ് അവരുടെ നിരാശ മാറ്റി പ്രത്യാശ നൽകി കൊടുക്കണമേ. രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് രോഗസൗഖ്യം കൊടുക്കണമേ. ഏതെങ്കിലും അനാഥയോ വിധവയോ അടിയനെ കേൾക്കുന്നെങ്കിൽ അങ്ങ് അവർക്ക് വേണ്ടി പ്രവർത്തിക്കണമേ. സമാധാനവും സന്തോഷവും കൊടുത്ത് സഹായിക്കണമേ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാനുള്ള ബുദ്ധിയും ജ്ഞാനവും ഓർമ്മശക്തിയും കൊടുക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.